പ്രതീക്ഷയിൽ ഇവിടെ പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തരുന്ന ഈ സപ്പോർട്ടും സ്നേഹവും എന്നും എനിക്ക് ഉണ്ടാവണം. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരെ പോലെ ഞാൻ കണ്ടിട്ടുള്ള വിനോദേട്ടനും സലാം കെയും പത്മകുമാർ സാറും ഒക്കെ വേദിയിലിരുത്തിക്കൊണ്ട് ഞാനൊരു തുടക്കം കുറിക്കുമ്പോൾ എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് കൂടി വരുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് അധികം ഒന്നും പറയാനില്ല. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. കഴിഞ്ഞ സിനിമ ഒരു അക്കാദമിക്കൽ മൂവി ആയിരുന്നു. അത് നമ്മൾ ഒരുപാട് ഫെസ്റ്റിവലിനൊക്കെ കൊടുത്തു. ക്രിട്ടിക്സ് അവാർഡ് 1-2 അവാർഡുകളാണ് കിട്ടിയത്. അപ്പോൾ ഇന്നിവിടെ 4 സ്റ്റോറി 4 കഥകൾ എന്ന് പറഞ്ഞ പോലെ 6 അതിൽ കൂടുതലോ നായികമാരാണ് ചിത്രത്തിൽ ഉണ്ടാവുക. അത് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ത്രില്ല് പോകും. വേറൊരു കളങ്കാവലാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഉണ്ടാവും. കൂടുതൽ സ്ത്രീകളാണ് മുന്നോട്ട്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പുരുഷന്മാരായ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണല്ലോ വനിതാ മാഗസിനെ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് നമ്മളായിരിക്കും, പുരുഷന്മാരായിരിക്കും. ഇത് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി കൊടുത്താൽ ആദ്യം വായിക്കുന്നത് നമ്മളായിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ഇന്ന് ഇറങ്ങുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ലൊരു സിനിമയായിരിക്കും. ഒരു കളർഫുൾ എൻ്റർടൈനർ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമയല്ല. 2 മണിക്കൂർ ഇരുന്ന് വാച്ച് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഇപ്പം നന്ദി പറയേണ്ടതല്ലെങ്കിലും കൂടി നന്ദി അറിയിക്കുന്നു. ഈ സ്നേഹം സപ്പോർട്ടും എന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി.